എല്ലാവർക്കും സ്വാഗതം. എൻ്റെ മാനെ, ഇതെല്ലാവരും തയ്ച്ചാലൊന്നും ശരിയാകത്തില്ല. നീ എനിക്ക് അതുകൊണ്ട് ഇതൊന്ന് തയ്ച്ചു തരണം എന്നും പറഞ്ഞ് ഒരമ്മച്ചി, ഇവിടെ അടുത്തുള്ള ഒരമ്മച്ചി ഇതേ കൊണ്ട് തന്നതാണ്. ഇത് ഒരു ചട്ടയാണ്. 1/10 തുണിയാണ് ചട്ട തയ്ക്കുന്നതിനായിട്ട് നമ്മൾ മേടിക്കേണ്ടത്. 1/10 തുണി നേരെ രണ്ടായിട്ട് മടക്കിയിട്ട് അത് വീണ്ടും ഒന്നുകൂടി മടക്കണം. ഈ പേപ്പറെ ഞാൻ കാണിച്ചു തരാം. ഇത് ഇങ്ങനെ നാലായിട്ട് ഇങ്ങനെയാണ് മടക്കുന്നത്. എൻ്റെ കഴുത്തകലവും അടയാളപ്പെടുത്തണം. കഴുത്തകലവും കഴുത്തിറക്കവും അടയാളപ്പെടുത്തണം. ഫ്രണ്ട് കഴുത്താണ് അടയാളപ്പെടുത്തുന്നത്. 20 ഇഞ്ചാണ് ഇതിൻ്റെ ഇറക്കം നമുക്ക് കിട്ടേണ്ടത്. 20 ഇഞ്ചിൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടെ കൂട്ടി 21.5 ഇഞ്ച് ഇതുപോലെ രണ്ട് സൈഡിലും അടയാളപ്പെടുത്തണം. തുണി നാലായി മടക്കിയിട്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഇതുകൊണ്ട് ഇതുപോലെയാണ് മടക്കിയിട്ടിരിക്കുന്നത്. ഇപ്പുറത്തേക്ക് ബ്ലൗസിന് കൈ വെട്ടാനുള്ള തുണി നമുക്ക് ആ 1/10 ബാലൻസ് ഇങ്ങനെ സൈഡിലേക്ക് കിടപ്പുണ്ട്. പിന്നെ മുകളിലത്തെ വണ്ണമാണ് ഇപ്പോൾ എടുക്കുന്നത്. 23.5 ഇഞ്ചാണ് ഇതിന് വണ്ണം, മുകൾ വണ്ണം കിട്ടേണ്ടത്. അതിനെ നമ്മൾ ടേപ്പ് 23.5 വെച്ചിട്ട് രണ്ടായിട്ട് അങ്ങോട്ട് മടക്കിയിട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തണം. അവിടെ നിന്ന് 1 ഇഞ്ചോ 1.5 ഇഞ്ചോ തയ്യൽ തുമ്പ് കൂടുതലായിട്ട് ഇടാം. ഉണ്ടോ? ഇതുപോലെ എന്നിട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കണം. ഇനി കൈക്കുഴി എന്ന് പറയുന്നത് ഈ ചട്ടയ്ക്ക് ചിലർക്ക് 5.5 മതി. ഇത് ഇച്ചിരി വണ്ണമുള്ള മെച്ചിയാണ്, ഒരു ഇച്ചിരി ലൂസായിട്ട് കിടക്കുക. 6 ഇഞ്ചാണ് ഇതിൻ്റെ കൈക്കുഴി എടുക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഷോളർ എന്ന് പറയുന്നത് 7.5 ഇഞ്ചാണ് ഇതിൻ്റെ ഷോളർ നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. കണ്ടോ? ഇങ്ങനെ വെച്ച് 7.5 ഇഞ്ച് ഷോളർ അടയാളപ്പെടുത്തണം. അതിനുശേഷം വീണ്ടും താഴേക്ക് 6 ഇഞ്ച് കൈക്കുഴി ഇവിടെ അടയാളപ്പെടുത്തണം. 6 ഇഞ്ച് അടയാളപ്പെടുത്തുമ്പോൾ അത് ഉള്ളിലേക്ക് തള്ളി പോകാതിരിക്കാൻ ഇവിടെയും 7.5 ഇഞ്ച് അടയാളപ്പെടുത്തി അതിലേക്ക് ഇങ്ങനെ സ്ക്വയർ വരച്ച് ചേർക്കണം. ഇങ്ങനെ സ്ക്വയർ വരച്ചതിന് ശേഷം ഈ കോർണറിൽ 1 ഇഞ്ച് അടയാളപ്പെടുത്തി ഇവിടെ ഷേപ്പ് ചെയ്ത് ഇതുപോലെ വരയ്ക്കണം. അങ്ങനെയാണ് ചട്ടയുടെ കൈക്കുഴി വരയ്ക്കുന്നത്. ഉണ്ടോ? വണ്ണം അവിടെയുണ്ട്. അവിടെ 23.5 ഇഞ്ച് കിട്ടുമ്പോൾ ഈ താഴത്തെ ഭാഗത്ത് 23.5 വേണ്ട, അവിടെ 1 ഇഞ്ച് കുറച്ച് 22.5 ഇഞ്ച് കിട്ടിയാൽ മതി. ഇനി അതുകൊണ്ട് 1 ഇഞ്ച് കുറച്ച് മതി. ഇനി ഇതിൻ്റെ കൈക്കുഴി നമ്മൾ വെട്ടിയെടുക്കുകയാണ്. ഇപ്പോൾ കഴുത്ത് വെട്ടുന്നില്ല, കൈക്കുഴി വെട്ടി ഈ ചട്ട മൊത്തത്തിൽ ഒന്ന് സെപ്പറേറ്റ് ആക്കുകയാണ്. അങ്ങനെ ഇതിപ്പോൾ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് കഴുത്ത് 1.25, 1.5 ഇഞ്ച് മുതൽ 1.5 ഇഞ്ച് ആയാലും മതി. 1.25, 6.25 അടയാളപ്പെടുത്തി അവിടുന്ന് ഇതുപോലെയാണ് 1.5 ഇഞ്ച് കയറ്റി അടയാളപ്പെടുത്തേണ്ടത്. ഇതിന് ശേഷം ആ 1.5 ഇഞ്ചിലേക്ക് ഇങ്ങനെ ചെരിച്ച് വരയ്ക്കണം. ഇത് ഫ്രണ്ട് കഴുത്താണ് ചെയ്യുന്നത്. അതിന് ശേഷം ഈ വെട്ടിയെടുത്ത പീസിൻ്റെ 2 കോർണറിൽ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇത് നൂർത്തിടണം. നിവർത്തി ഇതിൻ്റെ എല്ലാ ഭാഗവും ഇതുപോലെ ഒരുപോലെ വരുന്നത് പോലെ ഇത് വെച്ചിട്ട് നമുക്ക് ബായ്ക്ക് കഴുത്ത് വെട്ടാം. ബായ്ക്ക് കഴുത്ത് 2.5 ഇഞ്ച് മുതൽ 2.5 ഇഞ്ച് 3, 3.5 വരെ ഓരോ അമ്മച്ചിമാരുടെയൊക്കെ വലിപ്പം അനുസരിച്ചെടുക്കാം. ഇതിന് 3 ഇഞ്ചാണ് ബായ്ക്ക് കഴുത്ത് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതുപോലെ ഷേപ്പ് ചെയ്ത് വരയ്ക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് കറക്റ്റ് 1.5 ഇഞ്ച് വേറെ രീതിയിലൊന്നും വെട്ടിക്കളയില്ല, ഇതുപോലെ തന്നെ കീറിയിടുകയേ ചെയ്യാവുള്ളൂ. അപ്പം ഇനിയിപ്പം നമുക്ക് കൈക്കുഴിയാണ് കൈയാണ് വെട്ടേണ്ടത്. കൈ വെട്ടാനായിട്ട് ഈ പീസിൽ നിന്നാണ് നമുക്കിനി കൈ കിട്ടുന്നത്. 1/10 പീസാണ് അതിൻ്റെ ഈ പീസിൽ നിന്നാണ് നമുക്ക് കൈ കിട്ടുന്നത്. അത് ഇതുപോലെ മടക്കിയിട്ട് 10.5 ഇഞ്ച് വിരിവ് വരുന്ന രീതിയിൽ വേണം കൈ വെട്ടുമ്പോൾ. കൈ ഇറക്കം 8.5 ഇഞ്ചാണ് കിട്ടേണ്ടത്. കൈയിറക്കം 8.5 ഇഞ്ച് കിട്ടുമ്പോൾ 8.5, 1, 9 ആരെയും 10 ഇഞ്ച് വേണം നമ്മൾ അടയാളപ്പെടുത്താൻ. അതിന് ശേഷം ഈ ചെരുവ് 3 ഇഞ്ച് അടയാളപ്പെടുത്തണം. 10.5 ഇഞ്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. അതുപോലെ ഇവിടെ കൈയുടെ വണ്ണം
5.25 6 കൂട്ടിക്കും. 6ൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ കൂട്ടി ഒരു 7 ഇഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തുന്നു. അതിനുശേഷം നമ്മൾ ഇതുപോലെ ചെരിച്ച് വരയ്ക്കുന്നു. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ ബ്ലൗസിനൊക്കെ കുഴിച്ച് വെട്ടുന്ന പോലെ സാധാരണ കൈക്ക് വെട്ടാറില്ല. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം എല്ലാവരും ഇച്ചിരി കുഴിച്ചൊക്കെ വെട്ടുന്നുണ്ട്. വേണ്ടതായിട്ടില്ല. ചേട്ടയുടെ കഴുത്ത് നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. ആ കഴുത്ത് ഇതുപോലെ ഇതിനകത്തേക്ക് കയറ്റിയിടണം. അതായത് മോശം വശം ഇവിടെ വരുന്ന രീതിയിലാണ് കയറ്റിയിടുന്നത്. അതിനുശേഷം ഇതിൻ്റെ സൈഡ് ഇങ്ങനെ ഒരു ചെറുതായിട്ട് ഒരു മടക്ക് മാത്രം ഇതുപോലെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് കുഞ്ഞായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കണം. ഇതുപോലെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ചട്ടക്കഴുത്ത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതാണ്. സാധാരണ തയ്യൽ പോലെയല്ല. ശരിയായില്ല എന്നുണ്ടെങ്കിൽ അവിടെ വളഞ്ഞു വരാനൊക്കെ ചിലപ്പോൾ ഇച്ചിരി പീസ് വെക്കുന്നതുകൊണ്ട് വളയാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു സൂചിയോ വല്ലതും എടുത്തിട്ട് ഇതുപോലെ ഇവിടുന്ന് ഇങ്ങനെ മടക്കി ഒന്ന് പിടിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് നല്ലപോലെ ഒന്ന് വളഞ്ഞൊന്ന് പോരും. ഉണ്ടോ? ഇവിടെ വന്ന് കഴിയുമ്പോൾ ഇവിടെ അടുപ്പ് പിടിക്കാവുന്നതുണ്ടോ? അപ്പോൾ ഇവിടെ ഇങ്ങനെ ശരിക്കും നമുക്ക് കൈകൊണ്ട് അങ്ങനെ വെച്ച് കൊടുക്കാൻ പറ്റാതെ വരുവാണെങ്കിൽ നമ്മളൊരു സൂചി എടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഈ ഒരു പോയിൻ്റ് വരുന്ന ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ വരെ നമ്മൾ അടിച്ച് കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ അവിടം വരെ നമ്മൾ അടിച്ച് കൊണ്ടുവന്ന് നിർത്തണം. ഇവിടെ ഇങ്ങനെ വെച്ച് സൂചി ഇങ്ങനെ പിടിച്ചുകൊണ്ട് എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ അവിടെ കൊണ്ടുവന്ന് ഒരു സ്വല്പം കുത്തി നിർത്തി ശ്രദ്ധിച്ച് തയ്ക്കണം. അല്ലെങ്കിൽ ചട്ടക്കഴുത്തെന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് തയ്ച്ചില്ലേ ശരിയാവുകയില്ല. ഇങ്ങനെ കുത്തി അവിടെ നിർത്തണം. അതിന് ശേഷം ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് അതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ പയ്യെ മടക്കി പിടിക്കണം. ഇങ്ങനെ ഇതുപോലെ മടക്കി പിടിച്ചിട്ട് ഇങ്ങനെ കുഞ്ഞായിട്ട് അടിയിലോട്ട് വരുമ്പോൾ തീരെ ചെറുതായിട്ട് വരുന്ന രീതിയിൽ ഇങ്ങനെ മടക്കി അടിക്കണം. ഇതുപോലെ ഇവിടെ ശ്രദ്ധിക്കണം. കണ്ടോ? ഇതുപോലെ പിടിച്ചിട്ട് ഇവിടെ മടക്കി അടിക്കണം. അധികമൊന്നും കഴുത്ത് അടിച്ചു പോവുകയില്ല. ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ കോർണർ വരുന്നിടത്ത് ഇവിടെ കൊണ്ടുവന്ന് കുത്തി നിർത്തണം. നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇങ്ങനെ കുത്തി നിർത്തണം. അതിനുശേഷം ഇതുപോലെ തിരിച്ചിടണം. ചട്ടക്കഴുത്ത് ഇച്ചിരി പാടുണ്ട്. അതിനുശേഷം ഇതുപോലെ മടക്കണം. ഇങ്ങനെ അങ്ങോട്ട് മടക്കിയിട്ട് ഇതിലേക്ക് നല്ലപോലെ കയറി വരുമ്പോഴത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഈ സൈഡ് തീർത്ത് അതും ഇതുപോലെ തന്നെ പിടിച്ചിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കണം. അത് ഇവിടെ വരുന്നത് വരെ അങ്ങനെ ചെയ്ത് ഇവിടെ കുത്തി നിർത്തി അതിന് ശേഷം ഇവിടെ ഇങ്ങനെ അടിച്ചു കൊടുക്കണം. ഇപ്പോൾ ഒത്തിരി തയ്ക്കാനില്ലെങ്കിലും ഇടയ്ക്കൊക്കെ ഓരോ അമ്മച്ചിമാർ കൊണ്ടുവരാറുണ്ട്. ഇങ്ങനെ തയ്ക്കണം. ഇനിയിപ്പം ഇവിടെ ഇങ്ങനെ അടിച്ചാൽ മതി. ഇങ്ങനെ അടിച്ച് ഇതുപോലെ അടിച്ച് കൊണ്ടുവന്നിട്ട് ഇതുപോലെ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഇത് പറഞ്ഞു തരുന്നത്. ഇങ്ങനെ നമ്മൾ ചെയ്യണം. ആർക്കെങ്കിലും മനസ്സിലാകായി ഉണ്ടെങ്കിൽ പറഞ്ഞാൽ കമൻ്റ് ഇട്ടാൽ വേണ്ട പോലെ പറഞ്ഞു തരാം. ഇതുപോലെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ അടിക്കാൻ തുടങ്ങിയിടത്താണ് ഇപ്പോൾ ഇത് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. അത് ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തു. അതിനുശേഷം ഇപ്പം ഇങ്ങനെ വന്നിട്ടുണ്ട്. ഭംഗിയൊന്നും ആയില്ല. ഒന്നോടെ ഇതുപോലെ വീതി കുറച്ച് ഇങ്ങനെ മടക്കി വയ്ക്കാം. കണ്ടോ? ഇനി ആദ്യത്തെ അത്രയും പാടില്ല, എന്നാലും നമ്മൾ ശ്രദ്ധിക്കണം.
ഇങ്ങനെ മടക്കി ഇവിടെ കൊണ്ടുവന്ന് അതുപോലെ തന്നെ നിർത്തി, അവിടെ കൊണ്ടുവന്ന് നിർത്തി കുത്തി നിർത്തിയിട്ട് ഇവിടെ അല്പം ഇതുപോലെ തന്നെ മുമ്പ് ചെയ്ത പോലെ തന്നെ ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് ഇങ്ങനെ തന്നെ തിരിച്ച് വെച്ചിട്ട് ഇങ്ങനെ അടിച്ച് ഇവിടെ കൊണ്ടുവന്ന് നിർത്തണം. അതിനുശേഷം ഇത് തിരിച്ചിട്ടിട്ട് ഈ പീസ് ഇങ്ങനെ തന്നെ വെച്ച് ഇതുപോലെ തന്നെ തിരിച്ച് വെച്ചിട്ട് ഇതിലേക്ക് അടുപ്പിച്ചിരിക്കും കയറി കൊള്ളുന്ന വരെ ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ അടിക്കണം. ഇവിടെ വന്ന് ഇവിടെ നിന്നതിന് ശേഷം ഇതുപോലെ തിരിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഇനി ഇതുപോലെ നമ്മൾ ഒരു 5-6 അടിപ്പ് ഇതുപോലെ ഇങ്ങനെയാണ് അടിക്കുന്നത്. അടിപ്പ് തീർന്നിട്ടില്ല, കഴുത്തിൻ്റെ തയ്യൽ തീർന്നതല്ല. ഒരു 5-6 അടിപ്പ് അടിച്ച് കഴിയുമ്പോൾ ഒരു ചെറിയ ടെക്നിക്ക് പരിപാടിയും കൂടെയുണ്ട്. ബാക്കി അതുപോലെ ഇങ്ങനെ അതിനപ്പോൾ രണ്ട് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഇവിടെ ഒരു ചെറിയ പരിപാടിയുണ്ട്. ഇങ്ങനെ കയറ്റി ഇറക്കിയായിട്ട് പ്രഷർ സ്വല്പം പൊക്കി പിടിച്ചിട്ടുണ്ട്. പുറകുവശത്ത് നിന്ന് ഇവിടുന്ന് ഈ പ്രഷർ സ്വല്പം പൊക്കി പിടിച്ച് ഇങ്ങനെ പൊക്കുകയും താക്കുകയും ചെയ്ത് ഇത് മുന്നോട്ടും പുറകോട്ടും വെച്ച് ഇതുപോലെ ഈ ഫ്രണ്ടിൽ ഇങ്ങനെ കെട്ടിട്ട് അടിക്കണം. ഇവിടം വിട്ടു പോകുമല്ലേ, ഇവിടം വൃത്തിയായിട്ട് അടിച്ചില്ലെങ്കിൽ ചട്ടക്കഴുത്ത് താഴോട്ട് കീറിപ്പോകും. ഇത് കുറച്ച് കട്ടിക്ക് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ ഒരു പ്രാവശ്യം കൊണ്ടും 2 പ്രാവശ്യം കൊണ്ടും ചെയ്തും പഠിച്ചില്ലെങ്കിലും പല തവണയാകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പഠിക്കുന്നതാണ് ഈ പരിപാടി. നമ്മൾ തയ്ക്കാൻ തുടങ്ങിയോടത്ത് തന്നെ കൊണ്ട് നമുക്ക് നിർത്താം. എന്നിട്ട് ഇവിടം വരെ വന്ന് നമുക്കങ്ങ് നിർത്താം. തിരിച്ചിട്ടിട്ട് കാണിക്കാവേ. തിരിച്ചിട്ടിട്ട് ഒന്ന് ഭംഗിയായിട്ടൊന്ന് തേക്കുകയും കൂടി ചെയ്താൽ അല്പോടെ സെറ്റപ്പ് ആവും. ഇതുണ്ടോ അതിൻ്റെ കഴുത്തെങ്ങനെ ഇരിക്കുന്നത്? വീക്കഴുത്തല്ല, ശരിക്കും ചട്ടക്കഴുത്തെന്ന് പറഞ്ഞാൽ അത് ഇതുപോലെ ഇരിക്കുന്നത്. ഇതുണ്ടോ വീക്കഴുത്തല്ല, ശരിക്കും ചട്ടക്കഴുത്ത്. അതിങ്ങനെയാണ് ഇവിടം വരെ ഇങ്ങനെ ഇരുന്നിട്ടാണ് ഈ കഴുത്തുകൾ ഇങ്ങനെ ഇരിക്കേണ്ടത്. അപ്പോൾ ചട്ടക്കഴുത്ത് അടിച്ചു കഴിഞ്ഞു. ബാക്കി ഇനിയെല്ലാം നമ്മൾ ബ്ലൗസിന് ചെയ്യുന്ന പോലെ തന്നെ ഇവിടുന്ന് ഇങ്ങനെ കൈ വെച്ച് കൊടുക്കണം, വണ്ണമൊക്കെ ചെയ്ത് കൊടുക്കാം.